കാലത്ത് എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ. കുട്ടികളെല്ലാവരും ഇതാ റെഡിയായി വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അമ്മ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ചേച്ചി ലഞ്ച് ബോക്സും സ്നാക്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്താ ഞങ്ങൾ മാത്രമാണ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പുറത്ത് ആര്യനും ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ ചേച്ചിയുടെ അമ്മയുണ്ട് ഇവിടെ. അപ്പോൾ ചേച്ചിയുടെ അമ്മ ഇതാ ദച്ചുവിന് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. ദച്ചുൻ്റെയും ദേവൂട്ടൻ്റെയൊക്കെ വണ്ടി വന്നപ്പോൾ അതേ ചേച്ചി വണ്ടിയിലേക്ക് ലഞ്ച് ബോക്സും ബാഗൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ പോകാൻ നേരത്ത് ദച്ചുവിൻ്റെ ചെരുപ്പ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ദച്ചു ചെരുപ്പ് തപ്പി നടക്കുകയാണ്. ചെരുപ്പ് തപ്പി നടന്നിട്ട് അവസാനം ചെരുപ്പ് സോഫേൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടോ. പിന്നെ ഇപ്പോൾ അതേ ദാനുവിൻ്റെ ബാഗ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ദാനു ബാഗ് തപ്പി നടക്കുകയാണ്. അപ്പോൾ ദാനുവിൻ്റെ ബാഗാണെങ്കിൽ ചേച്ചി വണ്ടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അത് ചേച്ചിക്കും ഓർമ്മയില്ല, ദാനുവിനും അറിയില്ല. പിന്നെ ആരും ശ്രദ്ധിക്കും ചെയ്തിട്ടില്ല. എല്ലാവരും ഈ പോണേൻ്റെ ഇവരെ പറഞ്ഞയക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. സിയമോൾ ഇത് അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നിൽക്കണത്. അപ്പോൾ കൊണ്ടുപോകണില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ കയ്യിലുള്ള ഷൂ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇടഞ്ഞ് നിൽക്കുകയാണ്. കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചിട്ട് ഇതാ ചേച്ചി നല്ല സമാധാനത്തോടെ തിരിച്ചു വരികയാണ്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പുട്ടും കറിയായിരുന്നു. പുട്ട് എന്ത് കറിയായിരുന്നു, എന്തോ അറിയായിരുന്നു. അപ്പോൾ അതെ, പിന്നെ മഴയൊന്നും തോരുന്നുണ്ടായിരുന്നില്ല. മഴയൊക്കെ ഇങ്ങനെ വീണ്ടും കനം വെച്ച് വരികയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചേച്ചി ജോലിക്ക് പോയി. ചേച്ചിയുടെ അമ്മയും ഒരു 10:30 ആകുമ്പോൾ പോയിട്ടാണ്. അതിൻ്റെ ശേഷം ഞങ്ങളിതേ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാണ്ട് എനിക്കും ഡോക്ടറെ കാണാണ്ട് അതിനൊക്കെ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ആര്യനെ പാപ്പൻ്റെ വീട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. സിയമോൾ അവിടെ എത്തിയപ്പോഴൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് ഇതേ വെള്ളം കുപ്പിയായിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിയമോളാണെങ്കിൽ എടുക്കാനൊന്നും സമ്മതിക്കാതെ ഇങ്ങനെ ഓരോ സർക്കസും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടറെ കാണാൻ പോയിടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അമ്മേനെ കാണിച്ചിട്ട് വരുമ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ കാണാൻ കയറിയപ്പോഴും അതേ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം നെസ്റ്റോയിൽ കയറിയിട്ട് സ്നാക്സൊക്കെ വാങ്ങി പിന്നെ അത് കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്.